Hi everyone, welcome back. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിൾ ഇന്റഗ്രൽസ് എന്നുള്ള ഭാഗമാണ്. ഡബിൾ ഇന്റഗ്രൽസ് ഓവർ ബൗണ്ടഡ് നോൺ റെക്ടാങ്കുലർ റീജിയൻസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ള ഫോമിൽ വരുന്ന ഇന്റഗ്രൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം sketch the region of integration and label the boundaries. Step 2, imagine a vertical line L cutting through R in the direction of increasing y. Y axis ന് parallel ആയിട്ട് L എന്നുള്ള ഒരു imaginary line വരയ്ക്കാം. L എന്നുള്ള ലൈന് റീജിയനിൽ എവിടെയാണോ എൻ്റർ ചെയ്യുന്നത് അതായിരിക്കും വൈയുടെ ലോവർ ലിമിറ്റ്, എവിടെയാണോ റീജിയനിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് അതായിരിക്കും വൈയുടെ അപ്പർ ലിമിറ്റ് വരുന്നത്. ഈ റീജിയൻ സ്റ്റെപ്പ് 3 ചൂസ് എക്സ് ലിമിറ്റ് that include all the vertical lines through R. അതായത് ഈ റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ L എന്നുള്ള ലൈനിനെ ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ നിന്ന് റൈറ്റ് എൻഡ് പോയിന്റിലേക്ക് എവിടം തൊട്ട് എവിടം വരെ മൂവ് ചെയ്യിക്കണം എന്നുള്ളതാണ് എക്സിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽസ് എങ്ങനെ ആ ഒരു ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ടെക്സ്റ്റിലുള്ള പ്രോബ്ലം നമ്പർ 7. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സൈൻ എക്സ് ബൈ എക്സ് ഡി where r is the triangle in the xy plane bounded by the x axis, the line y equal to x, the line x equal to 1. അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് 1 ചെയ്യേണ്ടത് sketch the region of integration എന്നുള്ളതാണ്. ഏത് റീജിയനിലാണോ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയനെ സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ R is the triangle in the xy plane bounded by the x axis, the line y equal to x and the line x equal to 1. അപ്പോൾ ഇവിടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ഓഫ് ഇന്റഗ്രേഷന്റെ ബൗണ്ടറീസ് ആയിട്ട് വരുന്നത് x ആക്സിസ്, the line y equal to x and the line x equal to 1. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്കെച്ച് ചെയ്യാം. ഇന്റഗ്രൽ 0 to y എന്നുള്ള x ആക്സിസും y ആക്സിസും വരയ്ക്കുക. x ആക്സിസ് എന്നുള്ളതാണ് ഒരു ബൗണ്ടറി, x ആക്സിസ്. y equal to x, y equal to x എന്ന് പറയുന്നത് ലൈന്, ആ ലൈന് വരയ്ക്കുക. x equal to 1 എന്നുള്ള ലൈന്, ഈ ഒരു വെർട്ടിക്കൽ ലൈന്, y ആക്സിന് പാരലൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ x equal to 1. ഈ മൂന്ന് ലൈനിന്റെയും കൂടെ ഇടയിലുള്ള ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത്. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ സ്കെച്ച് ചെയ്യാം, ഷെയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ L, ഇമാജിനറി വെർട്ടിക്കൽ ലൈൻ L പാരലൽ ടു y ആക്സിസ്. ഈ ലൈന് റീജിയനിൽ എവിടെയാണോ എൻ്റർ ചെയ്യുന്നത് അതാണ് വൈയുടെ ലോവർ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. എവിടെയാണോ ഈ റീജിയനിൽ നിന്നും എക്സിറ്റ് ആവുന്നത് അവിടെയാണ് അതാണ് വൈയുടെ അപ്പർ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ ലൈന് റീജിയനിൽ എൻ്റർ ചെയ്യുന്നത് x ആക്സിസിലാണ്. x ആക്സിസ് എന്ന് പറയുമ്പോൾ y equal to 0, y equal to 0ലാണ് റീജിയനിൽ എൻ്റർ ചെയ്യുന്നത്. ഈ ലൈന് ഈ റീജിയനിൽ പുറത്ത് കിടക്കുന്നത് ഈ ഇൻക്ലൈൻഡ് ലൈന് ചെരിഞ്ഞിട്ടുള്ള y equal to x എന്നുള്ള ലൈനിലാണ് ഇത് പുറത്ത് കിടക്കുന്നത്. അപ്പോൾ വൈയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് y equal to x ആണ്. അപ്പൊ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് y ഈസ് y equal to 0 to y equal to x. 0 less than or equal to y less than or equal to x എന്നുള്ളതാണ് y ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് y ആയിട്ട്. ഇനി നമുക്കറിയാം ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ L എന്നുള്ള ലൈനിനെ ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ നിന്ന് റൈറ്റ് എൻഡ് പോയിന്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ എവിടം തൊട്ട് എവിടം വരെയാണ് ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ L എന്നുള്ള ലൈനിനെ മൂവ് ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ് എക്സ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. നമുക്കറിയാം ഈ റീജിയൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ y ആക്സിസ് x equal to 0 തൊട്ട് നമുക്ക് ഈ ഒരു ലൈനിനെ മൂവ് ചെയ്യേണ്ടി വരും. അതേപോലെ x equal to 0 തൊട്ട് ഇതിനെ നമുക്ക് ഈ ലാസ്റ്റ് x equal to 1 വരെ നമുക്ക് ഈ ഒരു ലൈനിനെ മൂവ് ചെയ്യുന്നത് പോസിബിൾ ആണ് റീജിയന്റെ ഉള്ളില്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് y എന്നുള്ളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് x എന്നുള്ളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം റീജിയൻ സ്കെച്ച് ചെയ്യാം. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ either x ആക്സിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ y ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആദ്യം y ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് കിട്ടാവുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ മാത്രം ലിമിറ്റ് ഓഫ് x ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുക. ഇവിടെ y ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ y limit of integration of y എന്നുള്ളത് 0 less than or equal to y less than or equal to x. Limit of integration of x is 0 less than or equal to x less than or equal to 1. നമുക്ക് ഇവിടെ f of x y എന്നുള്ളത് ഏതിനെയാണോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നിട്ടുണ്ട്. sin x by x എന്നുള്ളതിനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ r sin x by x dA is equal to ഇന്റഗ്രൽ 0 to 1 x ന്റെ ലിമിറ്റ്, ഇന്റഗ്രൽ 0 to x y യുടെ ലിമിറ്റ് sin x by x dy dx. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇന്റഗ്രൽ 0 to x sin x by x dy എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x by x എന്ന് പറയുന്നത് x ൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണ്, y ഇല്ല, അതിനെ നമുക്ക് ഇന്റഗ്രേഷൻ പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇന്റഗ്രൽ 0 to x dy എന്നുള്ളതാണ് വരുന്നത്. ഇന്റഗ്രൽ 0 to x dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് y ആണ്. y ൽ നമ്മൾ 0 to x എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യാം. sin x by x എന്നുള്ളത് ഫസ്റ്റ് ഇന്റഗ്രലിന്റെ പുറത്താണ്, രണ്ടാം ഈ ഒരു ഉള്ളിലുള്ള ഇന്റഗ്രലിന്റെ പുറത്താണ്, പക്ഷെ ഫസ്റ്റ് ഇന്റഗ്രലിന്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പൊ അതിനെ നമുക്ക് sin x by x into y, yക്ക് മാത്രമാണ് നമുക്ക് ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ടത്. y varies from 0 to x. അപ്പം y 0 കൊടുക്കുന്ന സമയത്ത് 0 ഉം yക്ക് x എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ x ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 sin x dx എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രൽ 0 to 1 sin x dx എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് കോസ് എക്സ് എന്നുള്ള വാല്യൂ കിട്ടും. മൈനസ് കോസ് എക്സ് എന്നുള്ളതിന്റെ 0 to 1 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 1 മൈനസ് കോസ് 1 മൈനസ് കോസ് 0 ഈക്വൽ ടു 1 ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് കോസ് 1 എന്നുള്ള വാല്യൂ കിട്ടും. 1 മൈനസ് കോസ് 1 എന്നുള്ള വാല്യൂ എഴുതിയാൽ മതി. ഇവിടെ ടെക്സ്റ്റിൽ 0.46 എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അങ്ങനെയൊന്നും എഴുതണമെന്നില്ല. 1 മൈനസ് കോസ് 1 എന്നുള്ള വാല്യൂ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഇത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന അതേപോലെയുള്ള പ്രോബ്ലം ആണ്. അടുത്ത പ്രോബ്ലം നോക്കുക. അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to infinity ഇന്റഗ്രൽ x to infinity e raised to minus y divided by y dy dx എന്നതാണ് പ്രോബ്ലം. ഇപ്പൊ നമുക്ക് ഇതിനെ ഒറ്റയടിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാം, കാരണം ഇവിടെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ x to infinity e raised to minus y by y dy എന്നുള്ളതാണ്. e raised to minus y by y എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു e raised to minus y by y എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നമ്മൾ പ്രോഡക്റ്റ് റൂളെല്ലാം യൂസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് രീതിയിലാണ് ഇതിന്റെ ഇന്റഗ്രേഷൻ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാച്ചാല് ഈ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രേഷന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാണ് ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് e raised to minus y by y എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു x ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും ടേമുകൾ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ലിമിറ്റ് തന്നിട്ടുള്ള ഇന്റഗ്രൽ x to infinity dy എന്നുള്ള ഫോമില, അതായത് y-യുടെ ലിമിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലിമിറ്റ് ഓഫ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ ഇന്റഗ്രൽസ് തന്നിട്ടുള്ളത്. ഇതിനെ മാറ്റി ആദ്യം വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇന്റഗ്രലിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഏതാണ് ഇവിടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ സ്കെച്ച് ചെയ്യുകയും എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഇന്റഗ്രേഷന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം 0 less than or equal to x less than or equal to infinity, x less than or equal to y less than or equal to infinity എന്നുള്ളതാണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ അത് നമ്മൾ സ്കെച്ച് ചെയ്യാം. x വേരി ചെയ്യുന്നത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ x വേരി ചെയ്യുന്നുണ്ട്. y വേരി ചെയ്യുന്നത് y equal to x എന്നുള്ള ലൈന് തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. അപ്പൊ നമ്മൾ ഈ x ആക്സ് y ആക്സ് വരയ്ക്കുക. x ഇവിടുന്ന് അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നുണ്ട്. y വേരി ചെയ്യുന്നത് y equal to x എന്നുള്ള ഈ ഒരു ലൈന് തൊട്ട് ഇൻഫിനിറ്റി വരെ മുകളിലേക്കാണ് y വേരി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റീജിയൻ ഓഫ് ഇന്റഗ്രേഷന്റെ ഓർഡർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള
റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ആ റീജിയൻ ഓഫ് ഇന്റഗ്രേഷനെ നമ്മൾ സ്കെച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചു. ദി റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ഗിവൺ ബൈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x less than or equal to y less than or less than infinity, 0 less than or equal to x less than infinity എന്നുള്ളത് കിട്ടി. അതിനെ നമ്മൾ സ്കെച്ച് ചെയ്തു. സ്കെച്ച് ചെയ്തിട്ട് നമുക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു x ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. x ആക്സിസിന് പാരലൽ ആയിട്ട് ഇവിടെ L എന്നുള്ള ലൈൻ വരച്ചു. ഈ L എന്നുള്ള ലൈന് റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്നത് എവിടെയാണ് ലീവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതായിരിക്കും ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് x വരുന്നത്. റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്നത് അറ്റ് x ഈക്വൽ ടു 0, y ആക്സിസിലാണ് റീജിയനിൽ എൻട്രി ചെയ്യുന്നത്. റീജിയനിൽ പുറത്ത് കിടക്കുന്നത് y ഈക്വൽ ടു x എന്നുള്ള ലൈനിലാണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത് x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു y എന്നുള്ളതാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്നുള്ളതാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് x. ദി ലൈൻ L parallel to x axis enter the region at x equal to 0 and leaves at x equal to y. Therefore, the limit of integration of x is 0 less than or equal to x less than or equal to y. ഇനി നമുക്ക് ഈ ഒരു റീജിയൻ ഷെയ്ഡഡ് റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ L എന്നുള്ള ലൈനിനെ എവിടം തൊട്ട് എവിടം വരെ മൂവ് ചെയ്യണം എന്നുള്ളതാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് y ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലിനെ ഈ ഒരു എക്സ് ആക്സിസ് തൊട്ട് ഇൻഫിനിറ്റി വരെ മുകളിലേക്ക് മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് y എന്നുള്ളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ളതാണ് y ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത്. അപ്പം ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ y എന്നുള്ളതാണ്. Okay, therefore integral 0 to infinity integral s to infinity e raised to minus y by y dy dx is equal to integral 0 to infinity integral 0 to y e raised to minus y by y dx dy. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ആദ്യമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ 0 to y e raised to minus y by y dx എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ e raised to minus y by y എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുത്ത് ഇന്റഗ്രൽ 0 to y dx എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x എന്നുള്ളത് കിട്ടും. എക്സിൽ 0 to y എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ y കിട്ടും. ആ yയും ഡിനോമിനേറ്ററിൽ വരുന്ന yയും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to infinity e raised to minus y dy എന്നുള്ളത് നമുക്ക് കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഈ പാർട്ടിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ആണുള്ളത്. അപ്പൊ അതില് ഇതില് എക്സസൈസിൽ വരുന്ന 19 to 31 വരെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. 19 to 31 വരെയുള്ള ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് കൂടെ നിങ്ങൾ നോക്കുക. എന്നിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസിൽ ഇതിൽ ഈ ഒരു സെഷനിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദി വോളിയം ഓഫ് ദി പ്രിസം whose base is the triangle in the xy plane bounded by the x axis and the line y equal to x and x equal to 1 and whose top is lying in the plane z equal to f of xy equal to 3 minus x minus y എന്നുള്ള ഈ ഒരു പ്രോബ്ലം ആണ്. നമുക്കറിയാം വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ r f of xy dA എന്നുള്ളതാണ്. അപ്പൊ f of xy equal to 3 minus x minus y എന്നുള്ളത് തന്നിട്ടുണ്ട്. r എന്നുള്ള റീജിയൻ ഇവിടെ തന്നിട്ടുണ്ട്. ബൗണ്ടഡ് ബൈ ദി x axis the line y equal to x and x equal to 1 എന്നുള്ള ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പൊ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കാണാം. ഈ ഒരു ഇന്റഗ്രലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമ്പർ 9 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഏരിയ ഓഫ് ദി ബൗണ്ടറി റീജിയൻസ് ഇൻ ദി പ്ലെയിൻ എന്നതാണ്. നമുക്ക്